നിങ്ങൾ എല്ലാരും ഷൂട്ടിംഗ് കാണാൻ വന്നതാണോ? ലഡു സിംഗ് സർ, ഞങ്ങൾ എല്ലാവരും എസ്കെയുടെ വളരെ വലിയ ഫാനാണ്. ഞാൻ എസ്കെയുടെ എല്ലാ ഫിലിമും കാണാറുണ്ട്. ആദ്യമായിട്ടാ ഷൂട്ടിംഗ് കാണാൻ ചാൻസ് കിട്ടിയിരിക്കുന്നത്. ഒരു കാര്യം അറിയോ, ഞങ്ങളുടെ നാട്ടിൽ എന്നെ എല്ലാരും എസ്കെ എന്നാണ് വിളിക്കാറ്. എന്താന്നറിയോ, എന്നെ കാണുമ്പോ എല്ലാ ആംഗിൾ എസ്കെ പോലുണ്ടെന്ന് പറയാറ്. നിങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ഫാൻസ് മാത്രാണ്, പക്ഷെ ഞാൻ അദ്ദേഹത്തിന്റെ ഫാന്, AC, കൂള് എല്ലാമാണ്, എല്ലാം. എന്റെ ഒരേ ഒരു ആഗ്രഹം ഈ ഷൂട്ടിംഗ് സ്പോട്ടിൽ വെച്ച് അദ്ദേഹത്തിനെ ഒറ്റ പ്രാവശ്യം നേരിട്ട് കാണണമെന്നാണ്. ഇന്ന് എന്തായാലും എന്റെ സ്വപ്നം ഫലിക്കുന്ന ദിവസമായിരിക്കും. കണ്ടോ? വാ, എന്റെ കൂടെ വന്ന് ഷൂട്ടിംഗ് കാണാൻ. ഞാനാണ് ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ്. നിങ്ങളുടെ സുരക്ഷ ഇപ്പോ എന്റെ കൈകളിലാണ്. നിങ്ങൾ പേടിക്കാതെ സമാധാനമായിട്ട് അഭിനയിച്ചോളൂ. ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരത്ത്. ഇൻസ്പെക്ടർ, എസ്കെയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് താങ്കൾ ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഷൂട്ടിംഗ് നോക്കാനല്ല. ചെന്ന് താങ്കൾ സെക്യൂരിറ്റി ഒന്ന് ചെക്ക് ചെയ്യ്. ഇവിടുത്തെ സെക്യൂരിറ്റിയെ കുറിച്ച് നിങ്ങൾക്ക് യാതൊരു പേടിയും വേണ്ട. ഇവിടെ മുക്കിലും മൂലയിലും പോലീസുകാരെ ഞാൻ നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അല്പനേരം ഷൂട്ടിംഗ് കാണാൻ ഡയറക്ടർ സാർ എന്നെ അനുവദിക്കണം. ഇത് കൈയാണോ ചുറ്റികാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ദൂരത്തിന്റെ തലയിൽ വീണാൽ കണ്ട മോനെ. പക്ഷേ ഡയലോഗ് പറയുമ്പോ ഒട്ടും ഡെപ്ത് ഇല്ലല്ലേ? പിള്ളേരെ മിണ്ടാന്ന് ഷൂട്ടിംഗ് കാണാൻ നോക്ക്. എനി പ്രോബ്ലം? ആ കുട്ടിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അല്ല സാറേ, പിള്ളേര് വെറുതെ ഇവിടെ സാറ് പറയുന്ന ഡയലോഗിന് ഡെപ്ത് ഇല്ലെന്നാ പറയുന്നത്. കുഴപ്പമില്ല, കുട്ടിയകത്തേക്ക് വിടൂ. വരൂ കുട്ടി, ഇവിടെ വന്ന് ഡയലോഗ് പറയൂ. മിണ്ടാതിരിക്കാൻ പറ കുട്ടിയോട്. ആദ്യ ഇൻസ്പെക്ടറുടെ ശല്യമായിരുന്നു, ഇപ്പൊ ഇതാ ഇതു. സാർ, അത് എനിക്ക് കുറെ ഉത്സാഹം കൂടിപ്പോയത് കൊണ്ടാകനെ. സാർ, കുട്ടികളൊക്കെ അഭിനയിക്കാൻ പറ്റിയ സീൻ വല്ലതും ഉണ്ടെങ്കിൽ. ശരി പോരെ, അങ്ങനെ ഒരു സിനിമ നിർമ്മിക്കുമ്പോ തീർച്ചയായും നിന്റെ കാര്യം ഞാൻ ഓർത്തോളാം. ഒരു ഭാഗത്ത് മാറുന്ന ഷൂട്ടിംഗ് കാണാൻ നോക്ക്. ഹലോ. ആവശ്യമില്ല. എനിക്ക് വേണ്ടത് വലിയൊരു എമൗണ്ട് ആണ്. ഞാനാണ് സന്നാട്ട കിഡ്നാപ്പർ. എന്താ ഒന്നും മിണ്ടാത്തത്? സന്നാട്ട പറയുന്നൊന്നും കേട്ടില്ലാന്നുണ്ടോ? ഞാൻ എന്റെ ആവശ്യത്തിന് വിളിക്കുന്നവൻ പിന്നെ അവന്റെ ജീവിതത്തിൽ എപ്പോഴും ചെളിയായിരിക്കും. എന്താണ് നിനക്ക് വേണ്ടത്? എനിക്ക് 50 കോടി വേണം, അല്ലെങ്കിൽ ഞാൻ നിന്നെ പിടിച്ചു കൊണ്ടുപോകും മോനെ. പിന്നെ പതുക്കെ 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 കൊന്നുകളയും. നീ എന്ത് കുന്തമാണെങ്കിലും എനിക്ക് പ്രശ്നമില്ല. ഞാൻ നിനക്ക് 50 രൂപ പോലും തരില്ല. നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. എന്തു പറ്റി സാറേ? ഒരു തെണ്ടി കിഡ്നാപ്പറിനെ പേടിപ്പിക്കുകയായിരുന്നു. 50 കോടിയാണ് ആളെന്നോട് ചോദിച്ചത്, അല്ലെങ്കിൽ എന്നെ പിടിച്ചോണ്ട് പോകുമെന്ന്. എസ് കെ സാർ, കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു വേണം സംസാരിക്കാൻ. ശരിക്കും ആ സന്നാട്ട കിഡ്നാപ്പർ വന്ന് നിങ്ങളെ പൊക്കിക്കൊണ്ട് പോവുകയാണെങ്കിൽ പിന്നെ എന്റെ സിനിമ ആകെ കുഴയില്ലേ? ഇൻസ്പെക്ടർ, നിങ്ങളെ ഞാൻ ഷൂട്ടിംഗ് കാണാൻ വേണ്ടി ഇവിടേക്ക് വിളിപ്പിച്ചത്. നിങ്ങൾ വേഗം ചെല്ലാൻ നോക്ക്. ആ കിഡ്നാപ്പർ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഇവിടെ ഇരുന്ന് അവൻ ഇങ്ങോട്ട് നോക്കുമായിരിക്കും. പോവാൻ. ശരി, ഞാൻ ഇപ്പൊ തന്നെ പോയിക്കൊള്ളാം. ഇവന്മാരെന്നെ ഷൂട്ടിംഗ് കാണാൻ സമ്മതിക്കുന്നു തോന്നുന്നില്ല. ശിവ, ഞാൻ ഇവിടെ ഷൂട്ടിംഗ് കാണാൻ വന്നതാ. എന്നാലും ഇവന്മാരെന്നോട് പറയുന്നത് കിഡ്നാപ്പറെ ചെന്ന് പിടിക്കാൻ. വാ, നമുക്ക് എല്ലാ സ്ഥലത്തും പോയി നോക്കാം. എവിടെയെങ്കിലും നമ്മൾ ആ കിഡ്നാപ്പറെ കണ്ടാൽ പെട്ടെന്ന് തന്നെ അവരെ പിടിക്കാം. ഷൂട്ടിംഗ് കാണണോന്ന്. ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട്. ഐ എം സോറി സർ, വൺ മോർ സർ. ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട്. ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച്. ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട്. നോക്കൂ എസ്കെ, നിങ്ങൾക്ക് വല്ല ടെൻഷനും കൂടുതലുണ്ടെങ്കിൽ കുറച്ചേരം ബ്രേക്ക് എടുക്കുന്നത് നല്ലത്. ഒരു പ്രാവശ്യം പറഞ്ഞില്ലേ തനിക്ക് പൈസ തരാൻ പറ്റില്ലെന്ന്? ദേഷ്യപ്പെടല്ലേ, സമാധാനമായി നിൽക്കൂ. ആ സന്നാട്ട കാരണം ഇപ്പൊ എന്റെ സിനിമയും ഷൂട്ടിംഗും ഒക്കെ നിന്നു പോവുള്ളൂ. ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട്. വൺ മോർ സർ, സോറി. അതെന്താ മരത്തിൽ തിളങ്ങുന്നത്? അവിടുന്ന് ആരോ നോക്കുന്ന പോലെ ഉണ്ടല്ലോ.
ഇനി ഇങ്ങോട്ട് ഓടാനാ ഭാവം. മര്യാദയ്ക്ക് മുഖം കാണിക്കും അങ്കിൾ. ഒന്ന് മതിയാക്കിയ ശിവ, നീ എന്തിനാ വെറുതെ എന്റെ പുറകെ വന്നത്? ലഡു സിംഗ് സർ, നിങ്ങളോ? ഞാൻ മരത്തിന്റെ മുകളിൽ കയറി ബൈനാക്കുലേഴ്സിലൂടെ ഗുണ്ടകളെ നോക്കുകയായിരുന്നു. കൂട്ടത്തിൽ ഷൂട്ടിംഗ് അല്പനേരം കണ്ടു. ഇതെന്താ ബൈനാക്കുലേഴ്സിലൂടെ ഷൂട്ടിംഗ് കാണാൻ പാടില്ലെന്നുണ്ടോ? മരത്തിന്റെ മുകളിൽ ഞാൻ മാത്രമല്ല ഉണ്ടായിരുന്നു. മരത്തിന്റെ മുകളിൽ വേറെ ആരാധകരും ഉണ്ടായിരുന്നു എന്നോടൊപ്പം. അവരും എന്റെ കൂടെ ഷൂട്ടിംഗ് കാണുമായിരുന്നു. വേറെയും ഫാൻസ് ഉണ്ടോ? എവിടെ? നോക്കട്ടെ. അവര് ഫാൻസ് അല്ല, സന്നാട്ടയുടെ ആൾക്കാരാണത്. എന്റെ പുറകെ വരൂ. ഹലോ, എസ്കേയുടെ അടുത്ത് വേഗം ആ വാനിൽ കയറിയിരിക്കാൻ പറയൂ. എന്നിട്ട് ചുറ്റിലും പോലീസുകാരെ നിർത്തൂ. അവിടെ എവിടെയായിട്ട് ഗുണ്ടകളുടെ ഗ്യാങ് ഉണ്ട്. ഓക്കെ ശിവ. ഹലോ അങ്കിൾ, എന്തിനാ ഇങ്ങനെ ഓടുന്നത്? അല്ല, ഒരു കാര്യം പറയൂ, ഇവിടെ എന്തിനാ നിങ്ങൾ വന്നത്? കുട്ടി, നീ നിന്റെ ജോലി നോക്കി പോയിക്കോ. കുട്ടി മര്യാദക്ക് പോകാനാ പറഞ്ഞ. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, എന്റെ പേര് ശിവ എന്നാണ്. നോക്കി നിൽക്കാതെ ചെന്ന് പിടിക്കടാ കുട്ടിയെ. ഏതാണ് ആ കുട്ടി? എല്ലാവന്മാരെയും അലക്കുന്നുണ്ടല്ലോ. ഒരു കുട്ടി അവിടെ കുറെ ഗുണ്ടകളായിട്ട് അടിക്കാണ്. എല്ലാരും ഞാൻ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. എന്റെ കാറ്റ് പോയേ. എന്നെ എന്തിനാ ഇവിടെ കെട്ടി തൂക്കിയത്? എന്നെ താഴേക്ക് ഇറക്ക്. ഞാനാണ് ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ്. എല്ലാറ്റിനെയും ഞാൻ പിടിച്ച് ജയിലിലിടും. അപ്പൊ ഇവനാണ് ഇൻസ്പെക്ടർ. കണ്ടില്ലേ ലഡ്ഡു സിംഗ് സർ, അപകടം എസ്കേയുടെ ചുറ്റിലും ഉണ്ടായിരുന്നു. ഇപ്പൊ അവരൊക്കെ ഓടി കളഞ്ഞത് കണ്ടോ? പക്ഷെ അവര് വീണ്ടും തിരിച്ചു വരും. എത്രയും പെട്ടെന്ന് പോലീസ് ടീമോട് ശ്രദ്ധിച്ചിരിക്കാൻ പറയണം. ഈ കാലമാടന്മാർക്ക് ഈ സമയത്ത് വേണോ നമ്മുടെ എസ്കേ സാറിനെ കിഡ്നാപ്പ് ചെയ്യാൻ പ്ലാൻ ഇടുന്നേ? ഒരു ഐഡിയ ഉണ്ട്. അതായത് എസ്കേയുടെ അടുത്ത് നിങ്ങൾക്ക് നിൽക്കുവാനും അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റിയായി പ്രവർത്തിക്കാനും നിങ്ങൾക്ക് സാധിക്കും. ഞാൻ പ്രൊഡ്യൂസർ സാറുമായി സംസാരിക്കാം. വരൂ. ശരി. ശിവ, എസ്കേ അകത്തിരിപ്പുണ്ട്. സർ, ഇപ്പോ കുറച്ചു ആൾക്കാര് എസ്കെ കടത്തിക്കൊണ്ടു പോകാൻ വേണ്ടി ഇവിടെ വന്നിരുന്നു. ലഡ്ഡു സിംഗ് സർ അവരെയൊക്കെ ഇവിടുന്ന് ഓടിച്ചു വിട്ടു. പക്ഷേ അവരിവിടേക്ക് വീണ്ടും വരാൻ സാധ്യതയുണ്ട്. ഓ നോ, അപ്പൊ എന്റെ സിനിമയുടെ കാര്യം എന്താവും?
ഈ ലഡു സിംഗ് സാറിനെ SKയുടെ പേഴ്സണൽ സെക്യൂരിറ്റി ആയിട്ട് ഇവിടെ നിയമിക്കണം. അപ്പൊ അവര് ഇവിടേക്കൊന്നും വരില്ല. എന്നാ ശരി ലഡു സിംഗ് സാർ, നിങ്ങൾ SKയുടെ ബോഡി ഗാർഡ് ആയിക്കോളൂ. നേരാണോ? ഹലോ SK സർ, ഐ എം ഇൻസ്പെക്ടർ ലഡു സിംഗ്. ഓ അതെയോ, കണ്ടതിൽ വളരെ സന്തോഷം. സാറെനിക്ക് കൈ തന്നുവോ? ലഡു സിംഗ് സാർ എനിക്കോ ലഡു സിംഗ് സാർ. SK സർ, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല നിങ്ങൾ എന്റെ കയ്യെ തൊട്ടൂന്ന്. ഓടിക്കോ വേഗം ഓടിക്കോ. എന്താ വെടിപ്പൊട്ടുന്ന ശബ്ദം കേട്ടത്? ശിവ, നീ പോയി ചെന്ന് നോക്ക്. SK സാർ അകത്തന്നെ ഇരുന്നോളൂ. എന്റെ കാലോ. നോക്കൂ SK, ഞാനാണ് സന്നാട്ട കിഡ്നാപ്പർ. കണ്ടതിൽ വളരെയധികം സന്തോഷം. വണ്ടി എടുക്ക. നിങ്ങളുടെ ഹീറോയിനെ ഗുണ്ടകൾ കൊണ്ടുപോയി. ഇല്ല, എന്റെ സിനിമയുടെ കാര്യം പോക്കായി. കൊള്ളാം, അടിപൊളി വാനിറ്റിംഗ് വാൻ. നിങ്ങൾ ഹീറോ ഒരുപാട് സമ്പാദിക്കുന്നുണ്ട്. അടിച്ചുപൊളിച്ചുള്ള ജീവിതമല്ലേ. 50 കോടി ചോദിച്ചപ്പോ തരാനൊരു മടി. പക്ഷെ ഞാൻ ഒരു പൈസ പോലും അവന് കൊടുക്കില്ല. നീ തന്നില്ലെങ്കിൽ വേണ്ട, നിന്റെ പ്രൊഡ്യൂസറെ കൊണ്ട് ഞാൻ തരിക്കും മോനെ. ഈ സിനിമ തന്നെ 100 കോടി രൂപയുടേതല്ലേ. ശരിക്കും ഹീറോ ഇല്ലെങ്കിൽ പിന്നെ ഈ സിനിമയുടെ ഷൂട്ടിംഗ് മൊത്തം നിൽക്കും. ബോസ്, അതേ ഇൻസ്പെക്ടറും പിന്നെ ആ കുട്ടിയും ഉണ്ടല്ലോ, രണ്ടുപേരും നമ്മുടെ പിന്തുടർന്ന് വരിക. ആ കുട്ടിക്ക് ഈ സന്നാട്ട ആരാണെന്ന് അറിയിക്കാനുള്ള സമയമായി. ഷൂട്ട് ചെയ്യ. ഇന്നത്തെ ദിവസം ഞാൻ മരത്തിൽ തൂങ്ങണമെന്നായിരിക്കും എന്റെ വിധി. ഞാനൊരു പേരിന് മാത്രം ഹീറോയാണ്. ശരിക്കുള്ള ഹീറോ ആ കുട്ടിയാണ്. ശരിയല്ലേ? ഇപ്പൊ തന്നെ ആ ചെറുക്കന്റെ കഥ ഞാൻ തീർത്തു കൊടുക്കും. പോൻ കാശ ചെല്ല്. ഞാനാണ് ബോൺ ക്രാഷർ. മനുഷ്യരെ ഞെക്കി എല്ലുകളൊക്കെ പൊടിച്ച് വിതറിക്കളയും. നീ ആരാണ്? ശിവ എന്നാണ് എന്റെ പേര്. വാവ്, വിശ്വസിക്കാൻ പറ്റണില്ല. ഈ പഞ്ച് ഞാൻ എന്റെ ഏത് പടത്തിലാണ് ഇടേണ്ടത്? ഇതാണ് ബോൺ ക്രഷറിന്റെ ശരിക്കുള്ള അടവ്. ഞെക്കി പിടിച്ച് എല്ലുകൾ മൊത്തം അവൻ പൊടിച്ച് കളയും. ഇനി ശിവയെ രക്ഷിക്കാൻ ആരും തന്നെ വരില്ല.
മേ ഐ കമൻ? വേണ്ടാന്ന് പറഞ്ഞാലും നീ എന്താ വരാതിരിക്കോ? എസ്കെ സർ, ഇപ്പൊ നിങ്ങൾ സേഫ് ആണ്. പറയൂ സെനറ്റ സർ, എന്റെ അടുത്ത് വഴക്കിടണോ അല്ലെങ്കിൽ സറണ്ടർ ആവാൻ നോക്കുന്നോ? നീ ആള് ചെറുതാണെങ്കിലും ഭയങ്കര ശക്തിമാനാ നീ. എല്ലാവരുടെയും രക്ഷകനായ നീ ശിവയല്ലാതെ വേറെ ആരാകാനാ? എന്നോട് ക്ഷമിക്ക്, എന്നെ കൊണ്ട് ഇടി മേടിക്കാൻ വയ്യ. ആൾക്കാരെ പിടിച്ച് പണം മേടിക്കലാണ് എന്റെ തൊഴില്. ലഡ്ഡു സിംഗ് സാർ, കണ്ടില്ലേ ഇവനെ ഞാൻ എങ്ങനെയാ തറ പറ്റിച്ചെന്ന്? വേഗം വന്ന് അറസ്റ്റ് ചെയ്യാൻ നോക്ക്. അതുവരെയ്ക്കും ഞാൻ ബാക്കി കുട്ടികളുടെ കാര്യമൊക്കെ ഒന്ന് നോക്കട്ടെ. താങ്ക് യു ആദി. നീയില്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു. എസ്കെ, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ശിവയ്ക്കാണ് നന്ദി പറയേണ്ടത്. ഞാൻ നല്ലതായിട്ടായിരിക്കണേ. ശിവയാണ് എന്നെ ഇത് ആദ്യം പഠിപ്പിച്ചു തന്നത്. ശരിക്കുള്ള വൈഡൂര്യം ആരാണെന്ന്. താങ്കളുടെ അടുത്ത പടത്തിൽ ശിവയെ ഹീറോ ആക്കണം. ഞാൻ ഗ്യാരണ്ടി ചെയ്യുന്നു, നിങ്ങളുടെ പടം സൂപ്പർ ഹിറ്റ് ആയിരിക്കും. സൂപ്പർ ഹിറ്റ്. പ്രൊഡ്യൂസർ സാറേ, ഞാൻ പറഞ്ഞിരുന്നല്ലോ എന്റെ സെക്യൂരിറ്റി നല്ല ബലമുള്ളതായിരിക്കും. കണ്ടോ, ഇപ്പൊ എല്ലാ ഗുണ്ടകളും പിടിക്കപ്പെട്ടില്ലേ? ഇവനാണ് സന്നാട്ട കിഡ്നാപ്പർ. ഇനി ഇവൻ ജയിലിന്റെ അകത്ത് ഒറ്റയ്ക്ക് ഇരുന്ന് അവന്റെ മൂക്കൊണ്ട് ഞാൻ ഇക്ഷാന്ന് വരപ്പിക്കും. എസ്കെ സാറേ, ഇനി എനിക്ക് നിങ്ങളുടെ ഷൂട്ടിംഗ് അടുത്ത് നിന്ന് കാണാമല്ലോ. ഇൻസ്പെക്ടർ സാറേ, ഷൂട്ടിംഗ് ഇവിടെ എപ്പോ വരേക്കും നടക്കുന്നുവോ, ശിവയും കൂട്ടുകാരനും താങ്കളും എന്റെ കൂടെ വരുന്നു. നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഭക്ഷണം കഴിക്കുന്നു, കിടക്കുന്നു, കളിക്കുന്നു. എന്താ സത്യാണോ?